എന്തായാലും നടന്നത് നടന്നു. എന്ത് നടന്നു? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇല ചെന്ന് മുള്ളിൽ വീണാലും മുള്ളു ചെന്ന് ഇലയിൽ വീണാലും മരത്തിന് അതിന്റെ കേട്. മരത്തിനല്ല, ഇലയ്ക്കാ. ആ, അത് തന്നെ, അത് മറക്കണ്ട. ഈ ബൈക്ക് അപകടത്തെ കുറിച്ച് വിശദമായ അന്വേഷണം രാജേഷ് ഖന്ന സാറിനെ കൊണ്ട് നമുക്ക് നടത്തിക്കണം. മായ എണീക്ക്, നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയിട്ട് വരാം. ഞാൻ വരുന്നില്ല. മായ പോകണ്ട, നമുക്ക് എന്തായാലും ഇവിടെ തന്നെ ഇരിക്കാം. മനസ്സ് വല്ലാതെ തളർന്നിട്ടുണ്ടാ ഈ പാവത്തിന്റെ. അപ്പോ പുരുഷരത്നത്തിന്റെ വിവരമൊക്കെ അറിഞ്ഞു കാണുമല്ലോ. സ്വീകരണം, വരവേൽപ്പ്, സമ്മേളനം ഇപ്പൊ എന്തോ ആയി? അയ്യോ, ഡോണ്ട് സേ ലൈക്ക് ദാറ്റ്. ശരിക്കും പറഞ്ഞാ ഞങ്ങൾ എല്ലാവരും വിചാരിച്ചത് നിങ്ങളെ പോലെ ഡീസന്റ് ഫെലോ ആണ് അയാളും. നിങ്ങൾ എന്നെ അവന്റെ കൂട്ടത്തിൽ കൂട്ടരുത്. വൃത്തികെട്ടവൻ, നാറി. അയാൾ ഇത്തരക്കാരനാണെന്ന് പാവപ്പെട്ട ഞങ്ങൾ അറിഞ്ഞിരുന്നില്ലല്ലോ. അറിയില്ല. ഇനി ഞാനൊരു വൃത്തികെട്ട സത്യം കൂടെ പറയട്ടെ. എന്ത് സത്യം? ആ പെൺകുട്ടിയെ അശോകൻ തട്ടിക്കൊണ്ടുപോയതാണെന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വണ്ടി മറിഞ്ഞതാണെന്നുമാണ് പോലീസ് മഹസർ. ഏയ്, അയാൾ അങ്ങനൊന്നും ചെയ്യില്ല. അവൻ ചെയ്യും. നിങ്ങൾക്കൊന്നും അറിയില്ല. പഞ്ചപാവങ്ങൾ. അവൻ നമ്മളെ എല്ലാം പറ്റിക്കുകയായിരുന്നു. ഇനി ഞാൻ മറ്റൊരു നാറിയ സത്യം കൂടെ പറയാം. അയ്യോ, ഇനി ഒന്നും പറയണ്ട, കേട്ടിടത്തോളം മതി. ഞങ്ങൾക്ക് മതിയായി. അതല്ല, നിങ്ങൾ കേക്കണം. ഈ അവാർഡ് പോലും അയാൾ വില കൊടുത്ത് വാങ്ങിച്ചതാണെന്ന്. പുരുഷരത്നം അവാർഡ് പോലും. ഏതായാലും ഞാൻ സംതൃപ്തനാണ്. അശോകൻ ഒരു വൃത്തികെട്ടവനാണെന്ന് ഈ സമൂഹം അറിഞ്ഞല്ലോ. എനിക്കത് മതി, തൃപ്തിയായി. അതുകൊണ്ട് നിങ്ങൾ പോയോ? എവളൊക്കെ അതിനേക്കാൾ വൃത്തികെട്ട സാധനങ്ങളാ. ഇതാരോട് പറയാനാ ഞാൻ? ആ അശോകന്റെ പുറം വെളുപ്പാണെങ്കിലും അകം കറുപ്പ, അലമ്പൻ. ഇതെന്തിനാ ഞങ്ങളോട് പറയുന്നേ? അയാൾക്ക് സ്വീകരണം കൊടുക്കാനുള്ള നിങ്ങളുടെ തീരുമാനം എന്തായാലും വളരെ മോശമായി പോയി. അതെങ്ങനെ ശരിയാവും? അശോകന്റെ വൈഫ് മായ ഞങ്ങളുടെ വനിതാ ക്ലബ് മെമ്പർ അല്ലേ? പക്ഷേ ആ മെമ്പറുടെ ആമ്പ്രന്നോ പെണ്ണുങ്ങളെ കണ്ടാൽ വിടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. അയാൾ ആ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. എന്താ ഇപ്പൊ പ്രശ്നം? എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അശോകനുമായിട്ട് നിങ്ങൾ ഒരു അകലം സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ബൈക്കിൽ വെച്ച് പെൺകുട്ടിയെ അപമാനകരമായി സ്പർശിച്ചു എന്ന് പറഞ്ഞ് രാജേഷ് ഖന്ന പുള്ളിക്കെതിരെ കേസെടുത്തിരിക്കുക. അശോകൻ കുടുങ്ങും. തങ്കപ്പേട്ട, മായ ഞങ്ങളുടെ വനിതാ ക്ലബിലെ മെമ്പറാ. മായ മാനസികമായി പീഡിപ്പിക്കുന്നത് ശരിയല്ല. അങ്ങനെ പറയരുത്. അശോകൻ ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം കുടിക്കണം. അതിന് അശോകൻ ഉപ്പല്ലല്ലോ തിന്നിരിക്കുന്നത്, ഷുഗർ അല്ലേ, ഷുഗർ. നീ മായയുടെ വീട്ടിലേക്കായിരിക്കും അല്ലേ? ഞാനങ്ങോട്ട് പോവില്ല. എങ്ങനെ അവിടെ വിശ്വസിച്ച് നിൽക്കും? ശരിക്കും അശോകൻ ആള് കുഴപ്പക്കാരനാണോ? കുഴപ്പക്കാരനാണോ എന്ന് ചോദിച്ചാ ദിവസം ഒരു 4 പെമ്പിള്ളാരെങ്കിലും ഫോൺ വിളിക്കും. ചില ദിവസങ്ങളിൽ ഞാനാണ് ഫോൺ എടുക്കുന്നത്. അശോകേട്ടനില്ലേ? ഇല്ലാന്ന് പറഞ്ഞാ അപ്പ തന്നെ ഫോൺ വെക്കും. എന്റെ ഹസ് പറഞ്ഞു അശോകൻ ഫുൾ ടൈം ബാറിലാണെന്ന്. അതിന് നിന്റെ ഹസ് എങ്ങനെയാ അതറിഞ്ഞത്? നിന്റെ ഹസ് ബാങ്കിലല്ലേ വർക്ക് ചെയ്യുന്നത്, ബാറിലല്ലോ? അല്ല, ആ ബാറിന്റെ അടുത്തുള്ള ആ ഗണപതി ക്ഷേത്രം ഇല്ലേ, അവിടെ ഹസ് എന്നും തൊഴാൻ പോവും. അവിടുന്ന് തൊഴുതിറങ്ങുമ്പോ എന്നും കാണും അശോകൻ സാർ അടിച്ച് വീലായി ഇറങ്ങി വരുന്നത്. ഇങ്ങനെ ഒരാൾക്ക് പുരുഷരത്നം അവാർഡ് എങ്ങനെ കിട്ടി? സത്യം പറഞ്ഞ അത് CBI കൊണ്ട് അന്വേഷിപ്പിക്കേണ്ട കേസാ. അങ്ങനെ തന്നെ. അവിടെ ജോലിക്ക് നിന്നിരുന്നെങ്കിൽ എന്റെ ജീവിതം കട്ടപ്പനയായേനെ. അല്ല, കട്ടപ്പോക ആയേനെ. എന്നാലും നമ്മുടെ മായയുടെ ദുരാവസ്ഥ നോക്കണേ. ഇങ്ങനെ ഒരാൾക്കാണല്ലോ നമ്മൾ സ്വീകരണം ഒരുക്കണമെന്നൊക്കെ പറഞ്ഞത്. എന്താണെങ്കിലും മായയെ കണ്ട് ഈ കാര്യം സംസാരിച്ചേ പറ്റൂ. അവള് വല്ല ആത്മഹത്യ ചെയ്യുമെന്നാ ഇപ്പൊ എന്റെ പേടി.
വേണം, നമുക്കൊന്ന് പോയി സംസാരിക്കാം. വേണം, എന്താണെങ്കിലും നമ്മൾ സംസാരിച്ചേ പറ്റൂ. ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം ഒരു ഡൈവേഴ്സ് തന്നെയാ, അല്ലേ? ഞാനും അങ്ങനെ അറിഞ്ഞത് അയാൾക്ക് വേറെ പെണ്ണുങ്ങളുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നാ. ആണോ? കശ്മലൻ, നമുക്കൊരു പരിഹാരം കണ്ടെത്താനേ ആ രാജേഷ് ഖന്ന സാർ സഹായിച്ചേക്കും. വനിതാ പ്രതിനിധികൾ എന്ന നിലയിൽ മായയുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുത്തേ പറ്റൂ. അതെ, അശോകൻ സാറിനെ കണ്ട് കാര്യമായിട്ടൊന്ന് ഉപദേശിക്കണം. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഇരു കൂട്ടർക്കും സ്വീകാര്യമാവാൻ സാധ്യതയുള്ള ഒരു പോംവഴി കണ്ടെത്തണം. എന്താ അത്? അതെനിക്കറിയില്ല. ആ, ഇതിനൊരു വഴിയുണ്ട്. ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും മനസ്സറിയാവുന്ന ഒരാള്, SI രാജേഷ് ഖന്ന സാർ. അദ്ദേഹത്തെ ഒന്ന് കാണാം. വന്നോളൂ. അങ്ങോട്ട് മാറിയിരുന്നോടെ. എന്തുവാ ഇത്? സ്വല്പ അഹങ്കാരത്തോടു കൂടി തന്നെ ഞാൻ പറയാണ്, ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും മനസ്സറിയുന്ന ഒരേ ഒരു പുരുഷനേ ഉള്ളൂ. അത് രാജേഷ് ഖന്നയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് അയ്യടി പടമേ, ഇങ്ങോട്ട് മാറിയിരുന്നേ. എന്നിട്ട് പിന്നെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെങ്കിൽ എനിക്കൊരു മൂഡ് വരണം. വെയിറ്റർ, 3 ഐസ്ക്രീം. പിന്നെ 3 ഐസ്ക്രീം എന്താ? നമ്മൾ 4 പേരില്ലേ? നിങ്ങൾക്ക് 3 പേർക്കും. എനിക്ക് മധുരം കഴിച്ചുകൂടാ, ഷുഗറാ. പിന്നെ ഉണ്ണിയപ്പം ഉണ്ടോ? 4 ഉണ്ണിയപ്പം, 1 കരിമീൻ പൊള്ളിച്ചത്. പൊള്ളിച്ചത്. പിന്നെ കല്ലുമ്മക്കായ ഉണ്ടോ? കല്ലുമ്മക്കായ റോസ്റ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ 3 ചെറിപ്പഴം വെക്കാം. അത്രയും മതി. ശരി. അല്ല, 3 പ്ലേറ്റ് മതി. 3 പ്ലേറ്റ് മതി. ഈ കുട്ടി കഴിക്കില്ല. ഇനി കാര്യം പറയാം. നമ്മുടെ ഹീറോ അശോക സാറ, ഹീറോയിൻ മായ. ഇതെന്താ സിനിമ കഥയാണോ പറയുന്നത്? അല്ല, അശോക സാറ് മായ അറിയാതെ വഴിയിൽ വെച്ച് കണ്ട ഏതോ ഒരു സ്ത്രീയെ ബൈക്ക് കയറ്റിക്കൊണ്ടുപോയി. അങ്ങനെ ആക്സിഡന്റ് പറ്റി ചെറിയ ചെറിയ മുറിവുകളോടെ ഹോസ്പിറ്റലൈസ് ചെയ്തു. പാവം മായ ഇതെറിഞ്ഞ് ആകെ പൊട്ടി തകർന്നിരിക്കുക. ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ എങ്ങനെ സഹിക്കും? അപ്പൊ മായ എങ്ങനെ സഹിക്കും? ഒരു ഭർത്താവ് ഒരു ഭാര്യയോട് ഇങ്ങനെ പ്രവർത്തിക്കരുത്. അതിനൊരു പോംവഴി നമുക്ക് കണ്ടെത്തണം. അല്ല, അത് ചോദിക്കാനല്ലേ ഞങ്ങൾ സാറിനെ കാണാൻ വന്നത്. അതിനാണ് എന്നെ കാണാൻ വന്നത്. ഈ പോലീസ് മുറയിൽ ഒരു വരട്ടി എങ്ങനെ ഉണ്ടാവും? എങ്ങനെ? അശോകന്റെ മായ ഡൈവോഴ്സ് ചെയ്തെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇത് പറഞ്ഞ ഉറപ്പാ അശോകനൊന്ന് വരലും. കേട്ടിടത്തോളം അത് കൊള്ളാം. വക്കീൽ നോട്ടീസിന്റെ ഒരു കോപ്പി ഞങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യാം. എന്നാ നമുക്ക് മായ കണ്ട് ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. അല്ല, ഭക്ഷണം കഴിച്ച് നമുക്ക് സാവകാശം പോവാം. അത് സാർ ഐസ്ക്രീം, ചിക്കൻ ഗുനിയ കഴിച്ചോ സാറേ? ഞങ്ങൾക്ക് നേരമില്ലാത്തോണ്ടല്ലേ. ഇത് വലിയ കഷ്ടമല്ലോ. പിന്നെന്തിനാ ഞാനിവിടെ ഇരിക്കണേ? ഹലോ വിലാസിനി. എന്തോ? നിന്റെ പേര് വിലാസിനി എന്താ? അതെ. വന്നേ, ഒരു കാര്യം പറയട്ടെ. നീ വിലാസിനിയാ? അല്ല. പിന്നെന്തിനാ നീ വന്നേ? ഇതാരാ? എന്റെ അയൽവക്കത്തുള്ളതാ. ഓ, അത് ശരി. അപ്പൊ നിങ്ങൾ ഒളിച്ചോടിയതാണല്ലേ? എടാ, ഞാൻ ആരാണെന്ന് അറിയാമോ? ദാരാസിംഗ്. അറിയോടാ? അപമാനിച്ചോണ്ടല്ലോ. അവൻ പേടിച്ചു പോയി. വിലാസിനി വാ. ഞാന് ഒരു 3 ഐസ്ക്രീം, 4 ഉണ്ണിയപ്പം, കരിമീൻ പൊള്ളിച്ചത്, അതിൽ ചെറി വെച്ചിട്ടുണ്ട് കല്ലുമ്മക്കായില്. പുതിയ ഒരെണ്ണം ഉണ്ട്, ചിക്കൻ ഗുനിയ. കഴിച്ചിട്ടുണ്ടാ? ഇല്ല. നല്ല സ്വാദാണത്. അതെ, ഞാനിപ്പോ വരാം കേട്ടോ. 1 മിനിറ്റ്, പെട്ടെന്ന് വരാം. നീ പില്ലു കൊടുത്ത് ചാവോടി ചാവും. പിന്നെ കൊള്ളാം. ഡിവോഴ്സ് നല്ല ഐഡിയ. അതെ, അശോകനൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റിയ ഉപാധി. സ്ത്രീ ഒരു അബലയല്ലെന്ന് നമുക്ക് തെളിയിക്കണം. ഡിവോഴ്സ് ആകുന്നത് വരെ മായ അശോകനോട് ഒന്നും മിണ്ടാൻ പാടില്ല. മായ ഇരിക്കേണ്ട സീറ്റിൽ ഒരു സുപ്രഭാതത്തിൽ മറ്റൊരു പെണ്ണ് കയറിയിരിക്കുക, എന്നിട്ട് സ്നേഹബന്ധം ഉറപ്പിക്കാൻ ഒരു ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്യുക. ഏത് പെണ്ണ ഇതൊക്കെ സഹിക്കുക?
ആശുപത്രിയിൽ നിന്ന് നേരെ ഇങ്ങോട്ടല്ലേ വരുന്നത്. ഞാൻ കാണിച്ചു കൊടുക്കാം. സ്ത്രീ ഒരു അഗ്നിപർവ്വതമാണെന്ന് ആണുങ്ങൾ മനസ്സിലാക്കണം. മായേ മായേ ഇവളിത് എവിടെ പോയി? മായേ നീ ഇതിനകത്തുണ്ടായിരുന്നോ? ഞാൻ ഈ കടന്ന് തൊണ്ട കയറി വിളിച്ചോ നീ കേട്ടില്ലേ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാനെന്തിനാ മിണ്ടുന്നേ? ഒരു ദിവസം ഞാൻ ആശുപത്രി കിടന്നു. നീ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. നീ വന്നില്ല. അതിനുള്ള പരിക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നീ വരാത്തതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ മായ, നീ കരുതുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഞാൻ ആ പെൺകുട്ടിക്ക് ഒരു ലിഫ്റ്റ് കൊടുത്തു എന്നുള്ളത് നേരാ. എനിക്കൊന്നും കേക്കണ്ട. എനിക്ക് ഡിവോഴ്സ് വേണം. ആരെ വേണം? ഡിവോഴ്സ്, വിവാഹമോചനം. ഹാ, ഒന്നാലോചിച്ച പിരിയുന്നതാ നല്ലത്. മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. നീ എന്താ ഒരുമാതിരി സിനിമ ഡയലോഗ് അടിക്കുന്നത്? ഇത് സിനിമാ ഡയലോഗ് അല്ല. അല്ല, കേട്ടപ്പോ അങ്ങനെ തോന്നി. മോഹൻലാൽ ഏതോ സിനിമ പറഞ്ഞ പോലെ ഉണ്ട്. ഒരു ചായ കിട്ടിയാ കൊള്ളായിരുന്നു. ചായ ഫ്ലാസ്കിലുണ്ട്, എടുത്ത് കുടിച്ചോ. അല്ല, ഡിവോഴ്സിനെ കുറിച്ച് എന്ത് പറയുന്നു? നമ്മൾ തമ്മിൽ തുടർന്നിനി ഭാര്യ ഭർത്താക്കന്മാരുടെ റോളിൽ അഭിനയിക്കുന്നില്ല. ഓ, ജീവിതത്തിന്റെ ഈ മെഗാ പരമ്പര ഇടയ്ക്ക് വെച്ച് നിർത്തുകയെന്ന് കരുതിയാ മതി. ബൈക്കിൽ നിന്ന് വീണ് എന്റെ തലയ്ക്കാണ് പരിക്ക് പറ്റിയത്. പക്ഷെ തകരാറിലായത് നിന്റെ തലയാണെന്ന് തോന്നുന്നു. അല്ല, നിന്നെ ആരെ സിനിമ ഡയലോഗ് പഠിപ്പിച്ചത്? ഇതൊക്കെ ഞാൻ എന്റെ യുക്തിക്ക് അനുസരിച്ച് പറയുന്നതാ. ദേ, ഞാൻ ശരിക്കും സീരിയസ് ആയി പറയാ, എനിക്ക് ഡിവോഴ്സ് വേണം. നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഞാൻ എതിര് പറയുന്നില്ല. എതിര് പറയില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലല്ലേ മറ്റവളുമായിട്ട് വീണ്ടും ബൈക്കിൽ കറങ്ങാൻ പറ്റൂ. ജീവിച്ചോ, ഞാനും മോളും നിങ്ങൾക്കൊരു തടസ്സം ആവുന്നില്ല. നിന്നോട് ഇപ്പൊ ഒന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. ആരോ കാര്യമായിട്ട് ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുക. ഭയങ്കര ചൂട്. ചായയുടെ കാര്യ പറഞ്ഞ, നിന്റെ കാര്യമല്ല. ഹലോ. അതെ. ഏയ് ഇല്ല, തലയിൽ ചെറിയൊരു മുറിവ്. ഏയ് കുഴപ്പമൊന്നുമില്ല. ആ, ഇപ്പൊ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ മറ്റേ കാര്യം വളരെ സീരിയസ് ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഏയ് ഇല്ല ചേച്ചി, ശരിയാവില്ല. ഇനി ഒരുമിച്ചുള്ള ജീവിതം അതെന്തായാലും ശരിയാവില്ല. ഒരു വക്കീലിനെ ഏർപ്പാടാക്കി നിയമപരമായ ഒരു വ്യവസ്ഥ ഉണ്ടാക്കാനാ എന്റെ തീരുമാനം. ആ, ശരി എന്നാ. ഇവള് എങ്ങനെ പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്തുക? അശോകൻ ഇപ്പോഴിതാ ഇതുപോലെ കിടന്ന് വട്ടം കറങ്ങുകയായിരിക്കും. എന്തായാലും എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ ഭംഗിയായി ചെയ്തു തീർത്തിട്ടുണ്ട്. അപ്പോ പറഞ്ഞ തുക ഇനി ചാണ്ടി ഫൗണ്ടേഷൻകാർ അവാർഡ് കൊടുക്കുന്നതിനെ പറ്റി രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരും. ദേ, ഞാൻ ഈ കുഴപ്പത്തിനൊക്കെ കൂട്ടു നിന്നു ആരും അറിയരുത്. മോളിക്കുട്ടി, നീ ഇതവനാ. വാ 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 വാ, ഇത് മോളിക്കുട്ടി. ഓ, മോളിക്കുട്ടി, ഇത് ബാലപ്പൻ എന്ന് പറയും. അല്ല, ഇവർക്കെന്താ ഇവിടെ കാര്യം? AKCPയുടെ മഹിളാ വിഭാഗം പ്രസിഡന്റായി മോളിക്കുട്ടി കട്ടപ്പനെ ഞാൻ നിയമിച്ചിരിക്കുകയാണ്. ആരോട് ചോദിച്ചിട്ട്? ആരോട് ചോദിക്കണം? ആരോടൊക്കെ ചോദിക്കും. ആരോടും ചോദിക്കണ്ട. AKCPക്ക് മലയോര പ്രദേശങ്ങളിൽ വേരോടണം. ആ, ഇങ്ങനെയാണെങ്കിൽ വേരല്ല, ഈ ശരീരത്തിലൂടെ നീരോടും. ഡേ, നീ AKCPയിൽ നിന്നുകൊണ്ട് പാർട്ടിക്കെതിരായിട്ട് സംസാരിക്കരുത്. തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് ഈ കോളനി വന്ന ഇവരെ ഒരു കാരണവശാലും പാർട്ടിയിലെടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. സാറേ, ഇത് വല്ലാത്ത ഇൻസൾട്ടിംഗ് ആയി പോയോ? മോളിക്കുട്ടി, മോളിക്കുട്ടി, നീ സമാധാനിക്ക. മോളിക്കുട്ടിയെ നിയമിക്കുന്നത് ഈ ഞാനാണ്.
AKSPയുടെ ഒരേ ഒരു പ്രസിഡന്റ് രവിചന്ദ്രൻ. അയ്യോ ചിരി ചിരിച്ച് മരിക്കാൻ പോകുന്നു. ചേട്ടാ പോട്ടോ. കണ്ടോ, AKSPയുടെ പ്രസിഡന്റ് ചുമച്ച് വശം കെട്ടപ്പോ ആശ്വാസത്തിന്റെ തലോടലുമായി വന്ന ഈ മോളിക്കുട്ടിയെ ഞാൻ പറഞ്ഞു വിടണോ? പറ. വേണ്ട, പറഞ്ഞു വിടണ്ട. നിങ്ങൾ അയക്കോ, നിങ്ങൾ എന്ത് വേണോ അയക്കോ. ഞാൻ എന്റെ പാട്ടിന് പോവുക. നിങ്ങളായി AKCP ആയി കട്ടപ്പന മോളിക്കുട്ടിയായി. നിങ്ങളുടെ ഈ പാർട്ടി കട്ടപ്പന മോളിക്കുട്ടിയെ കാരണമായിരിക്കും. ഈ പാർട്ടി നത്തയ്ക്ക പോയാൽ ഏതുവരെ അവൻ വരും, വന്നിരിക്കും. ഹലോ, ആ ഡോക്ടർ ജിബ്രാൻ? അതെ, സൈക്കാട്രിസ്റ്റ് ജിബ്രാൻ. ആ, എന്റെ പേര് അശോകൻ. അശോകൻ, ഈ കലിംഗ യുദ്ധത്തിനൊക്കെ പങ്കെടുത്ത ആ അശോകൻ? അല്ലല്ല, അത് അശോക് ചക്രവർത്തിയാണ്. ഇത് വെറും അശോകൻ. അല്ല, SI രാജേഷ് താങ്കളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഓ, മറ്റേ ഡിവോഴ്സ് കേസ്. അതെ അതെ. ഈ കേസുമായി ബന്ധപ്പെട്ട് ജവഹർ കോളനിയിൽ നിന്ന് ചാക്കോച്ചനും തങ്കപ്പനും ഒക്കെ എന്നെ വിളിച്ചിരുന്നു. സാർ വരണം. ഒരുപാട് കുടുംബങ്ങളെ ഊരാ കുടുക്കിൽ നിന്ന് രക്ഷിച്ച ആളാണ് സാറെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഡോക്ടർ മായ കാണണം, സംസാരിക്കണം. റിലാക്സ് മിസ്റ്റർ അശോകൻ, ഈ പ്രശ്നം ഞാൻ പുഷ്പം പോലെ ഹാൻഡിൽ ചെയ്ത് തരാം. താങ്ക് യു. ഇന്നലെ ആത്മഹത്യ വക്കിൽ നിന്നും ഞാൻ എന്നെ തന്നെ രക്ഷപ്പെടുത്തിയിട്ട് നിൽക്കുവാ. ഓ, ഐ സി. ഡോക്ടർ സാർ വരണം, വന്നിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഓക്കെ, ഞാൻ എത്തിക്കഴിഞ്ഞു. I am Dr. Jabran, psychologist and sexologist. Mrs. Ashokan? Yeah. ഈ ജവഹർ കോളനിയിൽ ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. മിസ്റ്റർ ചാക്കോച്ചനും സബ് ഇൻസ്പെക്ടർ രാജേഷ് ഖന്നയും കൂടി ഒരുമിച്ച് ഒരേ സ്വരത്തിൽ ഒറ്റക്കെട്ടായി എന്നെ വിളിച്ചപ്പോ വീണ്ടും വരേണ്ടി വന്നു. എന്തിന്? കൗൺസിലിംഗിന്. ആരെ? യു മിസ്സിസ് അശോകൻ. ജീവിതം ഒന്നേ ഉള്ളൂ, അത് അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ളത്. ഒരു ഉറപ്പുമില്ലാത്ത ജീവിതത്തിൽ ഉള്ള സമയം കളിച്ചും ചിരിച്ചും ഡ്രസ്സെടുത്തും സ്വർണം വാങ്ങിയും പാട്ടും പടവും കണ്ടു ചെലവഴിക്കാം. അതാണ് വേണ്ടത്, അതാണ്. ഡോക്ടർ, അശോകേട്ടനായിട്ടുള്ള ജീവിതത്തെ കുറിച്ച് എനിക്കിനി ചിന്തിക്കാനേ കഴിയില്ല. ആ ബൈക്ക് മറിഞ്ഞതുകൊണ്ടാണല്ലോ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടെന്ന ഞെട്ടിപ്പിക്കുന്ന സത്യത്തെക്കുറിച്ച് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ആ ബൈക്ക് നേരത്തെ മറിഞ്ഞിരുന്നെങ്കിൽ ഞാനേ നേരത്തെ രക്ഷപ്പെട്ടേനെ. ആ ബൈക്കിന്റെ പിന്നിൽ ഒരു പെൺകുട്ടി യാത്ര ചെയ്തിരുന്നു എന്ന് പറയുന്നത് മായ കണ്ടോ? ഞാൻ കണ്ടോ? എന്റെ അച്ഛൻ കണ്ടോ? ആരും കണ്ടില്ല. എല്ലാം വെറും ഒരു ഭാവന. മായിരിക്കൂ. ഈ കൗൺസിലിംഗിലൂടെ ചെതറിയ പല ജീവിതങ്ങളെയും ഞാൻ തുന്നിക്കെട്ടിട്ടുണ്ട്. സോറി, താങ്കൾക്ക് എന്നെ ഒരു കൗൺസിലിംഗിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല ഡോക്ടർ. പറ്റും. ഞാൻ പഴയ ഒരു ജില്ലാ കൗൺസിലർ കൂടെയാണ്. അന്ന് തുടങ്ങിയ കൗൺസിലിംഗ്. സാർ പോ, എനിക്ക് വേറെ ജോലിയുണ്ട്. അപ്പോ വിവാഹമോചനം നേടാൻ തന്നെ അല്ലേ തീരുമാനം? അതെ. മാറ്റമില്ല? ഇല്ല. അശോകൻ എന്ത് നിലപാടിലാണ്? എനിക്കറിയില്ല. എനിക്ക് എന്റെ സ്റ്റാൻഡിനെ കുറിച്ച് മാത്രമേ അറിയൂ. ഇഷ്ടമായി? എനിക്കറിയാം. എന്റെ ഡിസിഷൻ ആർക്കും ഇഷ്ടപ്പെടും. അതേയുള്ളൂ മനസ്സമാധാനത്തിലേക്കുള്ള എളുപ്പ വഴി. ഞാൻ ഇഷ്ടമായി എന്ന് പറഞ്ഞത് മായയാണ്. മായ ധൈര്യമാറ്റി ഡൈവേഴ്സ് ചെയ്തോളൂ. തുടർന്നുള്ള ജീവിതത്തിൽ മായ ഒറ്റയ്ക്കാണെന്ന് കരുതണ്ട. അത്താണിയായി, ആശ്രയമായി, അഭയമായി ഈ ഞാനുണ്ടാവും. പിന്നെ അശോകന് വേണ്ടെങ്കിൽ വേണ്ട.
എനിക്ക് വേണം മായ. അമ്മ! ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ. ഇറങ്ങണ അവിടുന്ന്, ഇല്ലെങ്കിൽ ഞാൻ ചൂലെടുക്കും. മര്യാദക്ക് അല്ല, ഇറങ്ങാൻ. വെള്ളം. ശബ്ദം. അയ്യോ, ആകെ കുളമായി. അപ്പുറത്തൊരു വീട്ടിൽ ബഹളം കേൾക്കുന്നു. അവിടെ എന്റെ കൗൺസിലിംഗ് ആവശ്യമാണെന്ന് തോന്നുന്നു. ആ ഡോക്ടറെ, എന്തായി? കൗൺസിലിംഗ് കഴിഞ്ഞു ഇത്ര പെട്ടെന്ന്? രക്ഷയില്ല. കർണക്കുറ്റിക്ക് അടിച്ച് അവരെന്നെ പുറത്താക്കി. അത് ശരി. അല്ല, ഒരു സ്ത്രീക്ക് ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റല്ലല്ലോ സാറ് ചെയ്തത്. ആക്സിഡന്റിൽ പെട്ടുകൊണ്ട് ഇത്ര മാത്രം പുറത്തിറങ്ങു. അയ്യോ, ഇത് ഞാൻ പറഞ്ഞതല്ല, മേഡം എന്നോട് പറഞ്ഞതാ. യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണെന്ന് എനിക്കും ദൈവത്തിന് മാത്രമേ അറിയൂ. ഈ കോളനിയിൽ കുടുംബ കോടതിയിലേക്ക് വലിച്ചഴക്കപ്പെട്ട പല കേസുകളും സ്പ്ലിറ്റ് ആവാതെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ സൈക്കാട്രിസ്റ്റ് ജിബ്രാൾ. പക്ഷേ ദിസ് കേസ് വെരി ഡിഫിക്കൽട്ട് ആൻഡ് വെരി വെരി കൺജസ്റ്റഡ് ആൻഡ് കോംപ്ലിക്കേറ്റഡ്. ദിസ് കേസ് വളരെ ഷാർപ്പായി പറഞ്ഞു, നിങ്ങളോട് ജീവിക്കാൻ പറ്റില്ലെന്ന്. എന്നോട് മിണ്ടിയിട്ട് ആഴ്ചകളായി. നിങ്ങളുടെ സമയം കൊള്ളാം. അത്രയും ദിവസമെങ്കിലും മനസമാധാനത്തോടെ ഇരിക്കാമല്ലോ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ സാറേ. ഓക്കെ. ഇയാൾ എന്ത് സൈക്കാട്രിസ്റ്റ്? സത്യത്തെ പ്രശ്നത്തെ കുറിച്ച് ഞാൻ ഇന്നലെയാണ് അറിഞ്ഞത്. അവൾ ഡിവോഴ്സ് എന്ന ഒറ്റ പിടി നിൽക്കുകയാണ് പാലപ്പ. ഉത്തമ പുരുഷരത്ന അവാർഡ് കിട്ടിയ നിങ്ങളുടെ ജീവിതം ഡൈവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്നു എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായി പോയി. ഏതായാലും മായ കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആളല്ലേ. ഒരു പെൺകുട്ടിയെ ബൈക്കിന്റെ ബാക്കിലിരുത്തി യാത്ര ചെയ്തു എന്നുള്ളത് അത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാനൊന്ന് സംസാരിച്ചാലോ? ഇനി ഒരു സന്ധി സംഭാഷണത്തിന് സ്കോപ്പില്ല പാലപ്പ. എന്താ? എന്റെ ഭാര്യ എന്റെ കൂടെ താമസിച്ച് എനിക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞു. അത് ഞാൻ കൈപ്പറ്റണോ തിരിച്ചയക്കണോ എന്ന് ആലോചിക്കുകയാണ്. ഞാൻ പറയുന്നത് അത് കൈപ്പറ്റണമെന്നാണ്. അശോക് സാറേ, കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയാറില്ല. ഡൈവോഴ്സ് നോട്ടീസ് അയച്ച് വരട്ടാൻ നോക്കിയ സ്ഥിതിക്ക് അത് കൈപ്പറ്റിയ തന്നെ വേണം. ഡൈവോഴ്സ് എങ്കിൽ ഡൈവോഴ്സ്. അങ്ങനെ ഒരു സ്റ്റാൻഡിൽ അശോക് സാർ ഉറച്ചു നിൽക്കുക തന്നെ വേണം. മായയുടെ പത്തി താനെ അടങ്ങും, അടങ്ങില്ലെങ്കിൽ അടക്കും. അല്ല സാർ എന്താ ആലോചിക്കുന്നത്? താൻ പറഞ്ഞത് ശരിയാണല്ലോ പലപ്പ. ചെറിയ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം. എരിവും പുളിവും ചേർത്ത് മായയുടെ മുമ്പിൽ ഇക്കാര്യം അവതരിപ്പിക്കുന്ന കാര്യം ഞാനേറ്റു. സാറ് വാ, സാറ് വാ.